നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിലൊക്കെ ചാറ്റ് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ സ്ഥിരമായിട്ട് വാട്സപ്പിൽ പലരോട് ചാറ്റ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ നമുക്കൊരു ഉഡായിപ്പ് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പിനകത്ത് ഒഫീഷ്യൽ വാട്സപ്പിനകത്ത് അത്തരത്തിൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അത് നേരത്തെ GB വാട്സപ്പ് പോലുള്ള ചില തേർഡ് പാർട്ടി വാട്സപ്പുകൾ ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഉഡായിപ്പുകളും ചെയ്യാൻ സാധിക്കും. എന്നാൽ നോർമൽ വാട്സപ്പിനകത്ത് നമുക്ക് ഉഡായിപ്പുകൾ വളരെ കുറവാണ്. അപ്പോൾ ഉഡായിപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകന്മാരുമായി ചാറ്റ് ചെയ്യുമ്പം അവർക്കിടയിൽ നിങ്ങൾ അയാളെ ഓൺലൈനിൽ കാണിക്കേണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു നമ്പറിലേക്ക് മാത്രമായിട്ട് നമുക്ക് ഓൺലൈൻ ഓഫ് ചെയ്യാനുള്ളൊരു സൗകര്യം ഞാൻ കാണിച്ചുതരാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയിൽ നിന്ന് ഓൺലൈൻ ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രയാസം നേരിടുന്നൊരു വ്യക്തി, ആ വ്യക്തി നമ്മൾ ഓൺലൈനിൽ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ നമ്മളെ ശല്യം ചെയ്യും. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയാളെ മാത്രം ഓൺലൈനിൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വാട്സപ്പിൽ ഉണ്ടോ എന്ന് അയാൾക്ക് അറിയില്ല. അത് നമുക്ക് ഓഫ് ചെയ്യാനുള്ള ഒരു സൗകര്യം ഞാൻ കാണിച്ചുതരാം. ആ ഒരു ട്രിക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടി ഞാൻ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് 3 ഡോട്ട് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നേരെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിങ്സ് ഭാഗത്തേക്ക് എത്തിയാൽ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് മുകളിലായിട്ട് ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. ലാസ്റ്റ് സീൻ ആൻഡ് ഓൺലൈൻ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളുടെയൊക്കെ ഫോണിനകത്ത് ചിലപ്പോൾ എവരിവൺ എന്നോ അല്ലെങ്കിൽ മൈ കോൺടാക്റ്റ് എന്നോ ആയിരിക്കും. എവരിവൺ എന്നാണെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ ഓൺലൈനിലും ലാസ്റ്റ് സീനും കാണാൻ സാധിക്കുന്നതാണ്. മൈ കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ള വ്യക്തികൾക്ക് മാത്രം നമ്മൾ ഓൺലൈനിൽ വരുന്നതും നമ്മൾ ലാസ്റ്റ് സീനിലേക്ക് വരുന്നതൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ കോൺടാക്റ്റിലുള്ള മുഴുവൻ വ്യക്തികളെയും കാണാൻ സാധിക്കും. ലാസ്റ്റ് സീനും ഓൺലൈനൊക്കെ കാണിക്കുകയും ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ മാത്രം ഓൺലൈനും അതുപോലെ തന്നെ ലാസ്റ്റ് സീനും ഓഫ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും ഈ മൈ കോൺടാക്റ്റ് അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യക്തിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇവിടെ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വ്യക്തിയെയും സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് എല്ലാ വ്യക്തികൾക്കും ലാസ്റ്റ് സീൻ ഓൺലൈൻ ഓഫ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മാത്രം ഓൺലൈൻ കാണിച്ചാൽ മതിയെങ്കിൽ ആ വ്യക്തിയെ മാത്രം ഇതിൽ നിന്ന് ഒന്ന് അൺടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഈ പച്ച ടിക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ നമ്മൾ ഒഴിവാക്കിയിരിക്കുന്ന വ്യക്തിക്ക് മാത്രം ഓൺലൈൻ കാണിക്കുകയും ബാക്കിയുള്ള നിങ്ങളുടെ കോൺടാക്റ്റിലെ മുഴുവൻ വ്യക്തികൾക്കും ലാസ്റ്റ് സീൻ ഓഫ് ചെയ്ത് വെക്കാൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ നമുക്ക് ഒരു വ്യക്തിയെ മാത്രം ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സൗകര്യമില്ല. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വ്യക്തിയെ ഓൺലൈൻ കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തിയെ പ്രത്യേകം സെലക്ട് ചെയ്ത് ഓൺലൈൻ കാണിക്കാനോ അല്ലെങ്കിൽ ഓഫ്ലൈനിലേക്ക് മാറ്റാനോ ഒക്കെ സാധിക്കും. വാട്സപ്പിൽ നോർമലായിട്ട് നമുക്ക് എവരിവൺ എന്നും മൈ കോൺടാക്റ്റ് എന്നാണുള്ളത്. വാട്സപ്പിൽ നോർമലായിട്ട് നമുക്ക് എവരിവണ്ണും മൈ കോൺടാക്റ്റ് എന്നുള്ള ഓപ്ഷനാണുള്ളത്. പക്ഷേ നമുക്ക് ഓരോ വ്യക്തികളെ പ്രത്യേകം സെലക്ട് ചെയ്ത് ഓൺലൈൻ കാണാതിരിക്കാനോ അല്ലെങ്കിൽ ഓഫ്ലൈനിലേക്ക് മാറ്റാനോ ഒക്കെ സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. വാട്സപ്പിനകത്ത് ഇത്തരത്തിൽ ചെറിയ ഉഡായിപ്പുകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.